എവരിവൺ, വെൽക്കം ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ സാമ്പാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പരിപ്പ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പരിപ്പ്, 1 ഉരുളക്കിഴങ്ങ്, ഒരു സാമാന്യം വലിപ്പമുള്ള 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 മുരിങ്ങക്കോല്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, കൊച്ചുള്ളി 6 എണ്ണം, ഒരു പകുതി സവോള അരിഞ്ഞത്, 2 മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു 5 വെണ്ടയ്ക്ക, 2 പച്ചമുളക് നടുവെ കീറിയത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകപ്പൊടി, ഒരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ടതാണ്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കായം, കരിവേപ്പില. ഇതിന് ഞാൻ സാമ്പാർ പൊടിയൊന്നും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നില്ല. അന്നേരം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ ഈ കുക്കറിലോട്ട് ഇടുവാണ്. ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 2 കൊച്ചുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇടും, കുറച്ച് കരിവേപ്പില, ഞാൻ ഈ കഷ്ണമൊക്കെ ഒന്ന് വാട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് വേകുന്ന നേരത്തിന് ഇതിലേക്ക് ഞാൻ ഈ കഷ്ണമൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടി ഇടുവാണ്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇടുക. ആദ്യമായിട്ട് ഈ ഉള്ളി ഒന്ന് തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരിക്ക, മുരിങ്ങക്ക. ഈ വെണ്ടയ്ക്ക ഞാനിപ്പോൾ ഇടുന്നില്ല, ഞാനത് അവസാനമാണ് ചേർക്കുന്നത്. അത് ഞാൻ പിന്നെ കാണിക്കും. ഞാനിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് നമുക്ക് ഈ കഷ്ണം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വെള്ളമൊന്നും ഒഴിക്കാതെ ആ എണ്ണയിൽ തന്നെയാണ് ഈ കഷ്ണം വെന്തെടുത്തത്. ഇനിയിപ്പം ലോ ഫ്ലെയിമിലോട്ടാക്കി ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, രണ്ട് പിഞ്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഈ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടിക്കൊടുക്കാം. പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. 3 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഈ കഷ്ണത്തിലോട്ട് ചേർക്കണം.
കുറച്ച് ചൂടുവെള്ളവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിക്കുവാണ്. എന്നിട്ട് ഇതിനി നന്നായിട്ട് തിളച്ച് വരണം. ഇതിനി മൂടി വെച്ച് തിളച്ച് വരുന്നോടം വരെ ഒന്ന് മൂടി വെക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റും. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി കുറച്ച് പുളി ചേർക്കുവാണ്. പുളിയുടെ കലക്കി വെച്ചിരുന്ന പുളിവെള്ളം കുറച്ചൊഴിക്കുവാണ്. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. ഇളക്കി നോക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. അതുപോലെ ഉലുവയുടെ പൊടിയുടെ ഒരു ശകല ഉലുവ പൊടിയും കൂടെ ചേർക്കുക. കറി ഈ ഒരു കുറുക്കം മതി, അല്ലെങ്കിൽ ഇനി ഇരിക്കുമ്പോൾ ഇനി ഇത് പിന്നെയും കുറുകും. അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഇത് ഞാനിവിടെ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഉലർത്തി ഒഴിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഓക്കെ, ആദ്യം ഇച്ചിരി ഉലുവ എണ്ണ ഇടുന്നു. ഒരു നുള്ളു ജീരകം, കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കരിവേപ്പില, ഉള്ളി, രണ്ട് വത്തലമുളക്, ഇതിൻ്റെ കൂടെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ചേർക്കുന്നത്. നന്നായിട്ട് നോക്കുന്നത് വരെ വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റി ഇടുന്ന എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക മറ്റ് കഷ്ണങ്ങളുടെ കൂടെ ഇട്ടാൽ അതൊത്തിരി വെന്ത് ഉടഞ്ഞു പോകും. ഇങ്ങനെ ഇടുവാണെങ്കിൽ, വഴറ്റി ഇടുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇത് മൂത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഞാൻ ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിക്കുക. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. സാമ്പാർ ഇപ്പോൾ ഞാനിത് പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കേരള സ്റ്റൈൽ സാമ്പാറാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഓണത്തിന് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഓണം.